കോഴിക്കോടിന്റെ തീരദേശങ്ങളിൽ കനത്ത കാറ്റും മഴയും ഉണ്ടായി. രാത്രി പെയ്ത മഴയിലും ശക്തമായി വീശിയടിച്ച കാറ്റിലും ചിലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി. ഫറോക്കിൽ 3 മരം കടപുഴകി വീണു. ഫറോക്ക്, പേട്ട, ESI പരിസരം, പരുത്തിപ്പാറ റോഡ് എന്നിവിടങ്ങളിലാണ് മരങ്ങൾ കടപുഴകി വീണത്. മീൻചന്തയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത്. ഏറെ നേരം വൈദ്യുതി തടസ്സപ്പെടുകയും ചെയ്തു. ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? അതിര, കോഴിക്കോട് പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ തീരദേശ മേഖലകളിൽ വലിയ ശക്തമായ കാറ്റാണ് ഇന്നലെ രാത്രിയൊക്കെ വീശിയത്. തുടർച്ചയായ ഒരു മഴ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഈ രാവിലെ ആയതോടുകൂടി മഴ നീങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇടമുറിയാതെ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫറോക്കിലാണ് പ്രധാനമായും 3 മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. പരുത്തിപ്പാറ, ഒപ്പം തന്നെ പേട്ട, കൂടാതെ ഫറോക്ക്, ESIയുടെ പരിസരം തുടങ്ങിയവിടങ്ങളിലാണ് മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ചില വീടുകളിൽ വാഴ പോലുള്ള സാധനങ്ങളൊക്കെ, അത് വാഴ അടക്കമുള്ളവ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീരദേശ പ്രദേശത്ത് ശക്തമായ കാറ്റ് ആഞ്ഞു വീശുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഈ വൈദ്യുതി പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം പിന്നീടാണ് പുനഃസ്ഥാപിച്ചത്. മീൻചന്തയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തിയാണ് ഈ മരങ്ങൾ മുറിച്ചു നീക്കി മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയത്. ഒപ്പം തന്നെ ഗതാഗതം പോലും, ഇരുചക്ര വാഹനങ്ങളിലുള്ള യാത്ര പോലും ദുഷ്കരമാവുന്ന രീതിയിലാണ് രാത്രി കാറ്റടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ പരിസരം കോഴിക്കോടിന്റെ തീരദേശ മേഖലയിൽ വസിക്കുന്ന റഷീദ് ഇളയടത്ത്, അദ്ദേഹം ചേരുന്നുണ്ട്. ഇന്നലെ എത്രമാത്രം ശക്തമായ കാറ്റായിരുന്നു? ഇന്നലെ നല്ല അതിശക്തമായ കാറ്റാണ് അടിച്ചത്. മിക്ക സ്ഥലങ്ങളിലും ഷീറ്റ് വിരിച്ച സ്ഥലത്തു നിന്നൊക്കെ ഷീറ്റൊക്കെ പാറിപ്പോയിട്ടുണ്ട്. നമ്മളവിടെ മുണ്ടപ്പാടം ഏരിയയിൽ ഒരു ടവർ ലൈന്, വലിയ നല്ല ഹൈ പവർ ഇത് KCB ലൈന് ശരിക്കും കടപുഴകി ചെരിഞ്ഞിട്ടുണ്ട്, വീണിട്ടില്ല. അത് ചെരിഞ്ഞ് ഒരുപാട് സമയം വൈദ്യുതി മണിക്കൂറുകളോളം വൈദ്യുതി വിക്ഷേപിച്ച് ആ ഭാഗം കംപ്ലീറ്റ് ഇരുട്ടിലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഷോക്ക് മാറിയിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ചെറിയ മരങ്ങളൊക്കെ അഗ്നിശമന സേനയ്ക്ക് ഒരുപാട് വർക്കുകൾ ഉള്ളത് കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളിടത്ത് നമ്മളെ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. ഈ മുണ്ടപ്പാടം എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു നല്ല ശക്തമായ മഴ പെയ്താൽ വെള്ളം റോഡിലേക്ക് കയറുന്ന അവസ്ഥയാണ്. ഇന്നലെ വെള്ളം കയറിയിട്ടില്ല, പക്ഷെ കാറ്റിന്റെ അതിശക്തമായ പ്രയാസം പല ആളുകൾക്കും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതടക്കമുള്ള മേഖലകള്, ഈ മീൻചന്തയായാലും അല്ലെങ്കിൽ ഫറോക്ക് ആയാലും ഒക്കെ ഈ തീരദേശ പ്രദേശമാണ്. അപ്പൊ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അത് ഈ ജനങ്ങൾക്ക്, അതെ, ഈ സാധാരണമായിട്ടുള്ള ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവുണ്ടാവില്ല. ഈ കള്ളക്കടൽ പ്രതിഭാസം എന്നൊക്കെ പറയല് ഉണ്ടാവുന്ന ആ ഒരു അങ്ങനെയുള്ള ഒരു പ്രയാസം ഇനിയിപ്പോ അതിന്റെ ഒരു ഭീതി എല്ലാവർക്കും ഉണ്ട്. ഇവിടെ തീരദേശ പ്രദേശത്ത് അടുത്ത് താമസിക്കുന്ന ഈ പരിസരവാസികൾക്കൊക്കെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഒരു ഭയം ഉള്ളിലുണ്ട്. അതെന്താ സംഭവിക്കാന്നുള്ളത് ഇനി കണ്ടറിയണം. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ജാഗ്രതയുടെ ഭാഗമായി, ഈ കാലാവസ്ഥാ ജാഗ്രതയുടെ ഭാഗമായി തന്നെ ജില്ലാ ഭരണകൂടം നിരവധി മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിൽ, ഒപ്പം തന്നെ മലയോര മേഖലയിലടക്കം ഈ ജില്ലയിലെ മുഴുവൻ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചുരങ്ങൾ, ഒപ്പം മലയോര മേഖലകൾ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് അനാവശ്യമായിട്ടുള്ള അതായത് തീർത്തും ഒഴിച്ചുകൂടാനാവാത്തുള്ള യാത്രകൾ മാറ്റിവെക്കണം എന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പൂർണ്ണമായും യാത്ര ഒഴിവാക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ രാവിലെ ഈ സമയത്ത് ഇപ്പോൾ മഴയ്ക്ക് വലിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാലാവസ്ഥ തുടരുകയാണെങ്കിൽ ആശ്വാസത്തിലേക്ക് നീങ്ങും. അതിര സൂചിപ്പിച്ച പോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖനനത്തിനടക്കം മലയോര പ്രദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഖനനത്തിനടക്കമുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി
നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീച്ച്, മറ്റ് കുളങ്ങൾ, ഒപ്പം തന്നെ ഇതുപോലുള്ള ജലാശയങ്ങളിലേക്കുള്ള യാത്ര, തോടുകൾ പോലുള്ള സ്ഥലങ്ങളിൽ കുളിക്കുന്നതും അവിടേക്ക് പോകുന്നതും അവിടെ ഫോട്ടോ എടുക്കുന്നതും പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് കൃത്യമായി ജനങ്ങൾ പാലിക്കുന്നുണ്ട്. ഇന്നലെ ആ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റാണ് കുറച്ചെങ്കിലും ഒരു നാശനഷ്ടം വിതച്ചത്. എന്നാൽ വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ആളപായം ഉണ്ടായിട്ടില്ല, വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ആതിര. ശരി റിയാസ്. സംസ്ഥാന സർക്കാർ 5ാം വർഷത്തിലേക്ക് സർവതല സ്പർശിയായ വികസനവുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി